പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെയും ഇന്നുമായി നടന്ന രണ്ട് സംഭവങ്ങൾ കാരണമാണ്. അല്പം മുമ്പ് ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. ആ രണ്ട് പെൺമക്കളിൽ ഒരാൾക്ക് ഫുൾ A+ ആണ്. പക്ഷേ ആ കുടുംബം ഒന്നടങ്കം കരയുകയാണ്. പാവപ്പെട്ടവരാണ് അവർ. വേറെ ഏതെങ്കിലും ഒരു സമുദായമായിരുന്നെങ്കിൽ, ക്രിസ്ത്യൻ വിഭാഗമാണ്, വേറെ ഏതെങ്കിലും ഒരു സമുദായമായിരുന്നെങ്കിൽ ഒരുപക്ഷെ സംവരണത്തിൽ പെടേണ്ട ആൾക്കാരാണ്. ഈ പെൺകുട്ടിക്ക് ഇതുവരെയും ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഫുൾ A+ ഉള്ള ഈ കുട്ടിക്ക് ഒരു സ്ഥലത്തും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. 4 സ്കൂളുകൾ അവർ വെച്ചിരുന്നു. അല്പം സ്കൂളുകൾ കുറച്ചാണ് വെച്ചിരുന്നത്. എന്നിരുന്നാലും 4 സ്കൂളുകൾ അവർ വെച്ചിരുന്നു. ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. മാനേജ്മെന്റ് കോട്ടായിൽ ചിലയിടത്ത് ഒരു സ്ഥലത്തെങ്ങാണ്ട് കൊടുത്തുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ അവിടെ അതല്ലാതെ അലോട്ട്മെന്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അവരിരുന്നു. പക്ഷെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അതുകൂടാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആ കുട്ടി കരയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം, ഒരേ A+ കിട്ടിയ ഒരാൾക്ക് ഈ കുട്ടി വെച്ച സ്ഥലത്ത് ഇതേ വിഷയത്തിൽ, സയൻസ് വിഷയത്തിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഫുൾ A+ കിട്ടിയിട്ട് എന്താണ് ഉപകാരം? എന്ത് മേന്മയാണ്? നാളെ ക്ലാസ് തുടങ്ങുമ്പോൾ താഴെയുള്ള കുട്ടികൾ, ഇവളെക്കാൾ മാർക്ക് കുറഞ്ഞതും യോഗ്യത കുറഞ്ഞതുമായിട്ട് കുട്ടികൾ ഇരുന്ന് പഠിക്കുകയാണ്. അതേസമയത്ത് ഈ കുഞ്ഞ് നാളെ ക്ലാസ്സിൽ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുടുംബം കൂടെ കരയാണ്. ഇപ്പൊ എന്ത് പ്രയോജനമാണിത്? എന്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ? നോക്കുക പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പാവപ്പെട്ട കുടുംബമാണ്. ആരോട് എവിടെ എന്ത് പറയണമെന്നൊന്നും അവർക്കറിയത്തില്ല. നിസ്സാരമായ ഒരു കാര്യമല്ല. ഏകജാലകത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഇന്നലെ വേറൊരു സംഭവം ഇതാണ്. 9 A+ ഒരു A ഉള്ള ഒരു കുട്ടിയാണ്. അത് നായർ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. ഏത് ഹൈന്ദവ സമൂഹമാണ്, ഏത് സമുദായമാണ് നടത്തിയ? നായർ സമുദായമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതേപോലെ തന്നെ അവർ 3 സ്കൂളുകളിൽ ആണ് വെച്ച്, 3 or 4 സ്കൂളുകളിൽ വെച്ചു. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. നോക്കുക, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും അധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരേ A+ഉം 2 A+ഉം ഒക്കെ കിട്ടിയവർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഏത് തരത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്? ഫുൾ A+ കിട്ടിയവർക്ക് പോലും 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ക്ലാസ് തുടങ്ങിയിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങൾക്കും ആ കുടുംബത്തിനും ദുഃഖമാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് ആളുകൾ അത്ഭുതപ്പെടുകയാണ്. അവരൊക്കെ അത് കേട്ടിരുന്ന ആളുകൾ പറഞ്ഞ ഭാഷയൊന്നും നമുക്ക് പറയാൻ കൊള്ളില്ല. മന്ത്രിയെക്കുറിച്ചും ഇതിനെ ഒക്കെ പറഞ്ഞ് നമുക്ക് പറയാം. അത് മാന്യതയല്ലാത്തതുകൊണ്ട് അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഒരുപാട് പേരെ കണ്ണീരിലാഴ്ത്തുന്നു. നല്ല യോഗ്യതയുണ്ടായിട്ട്, ഏറ്റവും നല്ല യോഗ്യതയുണ്ടായിട്ട് പോലും പ്രയോജനമില്ല എന്ന രീതിയിൽ, അതും കൂടെ ക്ലാസ്സിൽ പോലും കയറാൻ പറ്റുന്നില്ല. താഴെയുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏത് തരത്തിലുള്ള മോട്ടിവേഷനാണ് ഈ വിദ്യാഭ്യാസ വകുപ്പും ഈ സംവിധാനങ്ങൾ കൊടുക്കുന്നത്? അത് അടിയന്തരമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മുമ്പോട്ട് വന്ന് പരിഹാരം കാണേണ്ടത് തന്നെയല്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ ഇത് രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ എന്തെങ്കിലും പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ. ഇതിന് പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കേണ്ടതല്ലേ?